And I've been in politics now for 19 years, and I have never experienced what I experienced in Manipur. ഞാൻ രാഷ്ട്രീയത്തിൽ രംഗത്തിറങ്ങിയിട്ട് 19 വർഷങ്ങളായി. പക്ഷേ ഞാൻ മണിപ്പൂരിൽ കണ്ടതുപോലെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എന്റെ രാഷ്ട്രീയ ജീവിതത്തിലോ ഉണ്ടായിട്ടില്ല. I have been during floods, during violence. I went to the violence affected areas in Uttar Pradesh. I've seen the tsunami. I've been all across our country during times of tragedy. But what I saw in Manipur, I have never seen before. ഞാൻ നിരവധി വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൂടെയും അക്രമ പ്രവർത്തനങ്ങൾ നടന്ന പ്രദേശങ്ങളിലൂടെയും പോയിട്ടുണ്ട്. അക്രമം കാർന്നു നിന്ന ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിൽ കണ്ടതത്രമാത്രം അക്രമാസക്തമായ ഒരു ദൃശ്യവും സംഭവങ്ങളും ഞാൻ ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ദർശിച്ചിട്ടില്ല. You are my family, so I think it is important that I tell you what I saw. നിങ്ങൾ എന്റെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. I can't tell you about all the people I spoke to, but I will give you 2 examples. അവിടുത്തെ ജനങ്ങൾ എന്നോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കില്ല. പക്ഷേ 2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. Examples that I will never forget, and examples that are disturbing me right now as I recount them. ഞാൻ ഒരിക്കലും മറക്കാത്ത, ഇപ്പോഴും എന്റെ മനസ്സിനെ അസ്വാരസ്യപ്പെടുത്തുന്ന 2 സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. Both of them involve Manipuri women. ഈ 2 സംഭവങ്ങളും മണിപ്പൂരിലെ സഹോദരിമാരുമായി ബന്ധപ്പെട്ടതാണ്. 2 different experiences of Manipuri women. 2 വ്യത്യസ്തമായ സംഭവങ്ങൾ, മണിപ്പൂരിലെ വനിതകളെ സംബന്ധിക്കുന്ന 2 വ്യത്യസ്തമായ സംഭവങ്ങൾ. And these are women I spoke to in the camps, in the relief camps. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെച്ച് ഈ സഹോദരിമാർ, ഈ വനിതകൾ എന്നോട് പറഞ്ഞ സംഭവങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. One of the women, when I entered the room, was lying on the floor alone. ഞാൻ ആ മുറിയിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു വനിത ആ ക്യാമ്പിലെ നിലത്ത് കിടക്കുകയായിരുന്നു. Everybody else in the room had some family member, but I noticed this lady lying alone. ആ മുറിയിലുണ്ടായിരുന്ന മറ്റ് വനിതകൾക്കെല്ലാം തന്നെ അവരോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിലത്ത് കിടന്ന ഈ സഹോദരിയോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല. So I asked her, "Where is your family?" ഞാൻ അവരോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ കുടുംബം? She said to me, "I have no family left." അവർ മറുപടി പറഞ്ഞത്, എനിക്ക് കുടുംബാംഗങ്ങൾ ആരും തന്നെ ഇല്ല എന്നാണ്. And then I asked her, "What happened to you?" ഞാൻ അവരോട് ചോദിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. For some time she could not answer. കുറച്ച് സമയത്തേക്ക് അവർ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. She kept quiet, she didn't say anything. അവർ കുറച്ച് സമയം നിശബ്ദത പാലിച്ചു. അവർ ഒന്നും പറഞ്ഞില്ല കുറച്ച് സമയത്തേക്ക്. Then I held her hand and I asked her, "Tell me, what happened to you?" ഞാൻ അവരുടെ കൈകൾ കവർന്നെടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നോട് പറയൂ, എന്താണ് അവർക്ക് സംഭവിച്ചത്? And she said to me that I was sleeping in my village. അവർ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ഗ്രാമത്തിൽ കിടന്നുറങ്ങിയായിരുന്നു. And I was sleeping in my house with my little son. ഞാൻ എന്റെ കൊച്ചു കുഞ്ഞുമായി എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്നു എന്ന് അവരോട് പറഞ്ഞു. My son was killed in front of my eyes. എന്റെ മുന്നിൽ വെച്ചാണ് എന്റെ മകനെ അവർ കൊന്നുകളഞ്ഞത് എന്ന് അവർ എന്നോട് പറഞ്ഞു. They shot him right in front of my eyes. എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ വെച്ച് അവനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. And then I spent the whole night lying next to my son's corpse. എന്റെ കുഞ്ഞിന്റെ മൃതശരീരത്തിന് മുന്നിൽ ഒപ്പം ആ രാത്രി മുഴുവൻ ഞാൻ ഏകയായി എന്റെ വീട്ടിൽ കഴിയുകയായിരുന്നു എന്ന് അവർ പറഞ്ഞു. My son died in my arms. എന്റെ കൈകളിൽ കിടന്നാണ് എന്റെ കുഞ്ഞ് മരണമടഞ്ഞത്. And I did not know whether I should stay with my son's dead body or I should run away and save my son.
എനിക്കറിയില്ലായിരുന്നു എന്റെ മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനൊപ്പം നിൽക്കണോ അതോ എന്റെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണോ എന്ന ആശങ്കയിലായിരുന്നു ഞാൻ. After some time, I decided that my son was not going to come back, so I should leave. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്റെ മകൻ തിരിച്ചു വരാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഞാൻ തീരുമാനിച്ചു. She described how she escaped, how she was shot at. അവരെന്നോട് വിവരിച്ചു എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അവർ കടന്നുപോയ ദുരന്ത മുഹൂർത്തങ്ങളെ കുറിച്ച് അവർ കൃത്യമായി എന്നോട് വിവരിക്കുകയുണ്ടായി. And all this time she was shaking while she was talking to me. ഈ കാര്യങ്ങൾ എന്നോട് വിവരിക്കുന്നതിനിടയിൽ അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച അവരുടെ ശരീരം, കരങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. Now imagine if something like that happens to your mother or to your sister. ചിന്തിച്ചു നോക്കൂ, ഇത് സംഭവിക്കുന്നത് നമ്മുടെ സഹോദരിക്കും നമ്മുടെ അമ്മയ്ക്കുമാണ് എന്നെങ്കിൽ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. Or the women who are here, imagine if that happens to you. അവിടെ പറഞ്ഞ സംഭവങ്ങൾ, അവിടെ വിവരിക്കപ്പെട്ട സംഭവങ്ങൾ നമുക്കാണ് സംഭവിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. That your son is murdered in front of your eyes. നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ നമ്മുടെ മകൻ കൊല്ലപ്പെടുന്ന ദൃശ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. I asked her, what do you have with you? ഞാൻ അവരോട് ചോദിച്ചു, ഇനി എന്താണ് നിങ്ങൾക്ക് അവശേഷിച്ചിട്ടുള്ളത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. She says, my house was burnt. അവർ പറഞ്ഞു, എന്റെ അവശേഷിച്ചിരുന്ന ഭവനം അഗ്നിക്കിരയായി, അത് കത്തിച്ചു കളഞ്ഞു. I lost everything I had. എനിക്കുണ്ടായിരുന്നതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. I said, you must have saved something. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. She says, I only have the clothes I'm wearing. അവർ മറുപടി പറഞ്ഞത്, എനിക്ക് ആകെയുള്ളത് ഈ ഉടുതുണി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ എനിക്കില്ല എന്നാണ് പറഞ്ഞത്. And then I said, but you must have carried something else with you. നിങ്ങൾ എന്തെങ്കിലും ഭാവി ജീവിതത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ കരുതണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. Maybe some belongings or something. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. Then suddenly she started searching around where she was sitting. അവരിയ്ക്കുന്ന സ്ഥലത്ത് അവർ പരതുന്നത് ഞാൻ കണ്ടു. And she pulled out a little picture of her son and said, this is the only thing I have left in my life. അവർ പരതിയെടുത്തത് അവരുടെ മുമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട കുഞ്ഞിന്റെ ചിത്രമായിരുന്നു. അവർ പറഞ്ഞു, ഈ ചിത്രം മാത്രമാണ്, എന്റെ കുഞ്ഞിന്റെ ചിത്രം മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഇനി എനിക്കായി അവശേഷിക്കുന്നത്. The same story, but told from another woman. ഇതേ ചിത്രം, ഇതേ കഥ എനിക്ക് മറ്റൊരു സഹോദരിയിൽ നിന്നും കേൾക്കേണ്ടി വന്നു. Again I went into the camp. ആ സ്ത്രീയെ ഞാൻ കണ്ടത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. And you have to understand that in these camps, I'm giving you 2 examples, but there are thousands and thousands of people who have suffered this. ഞാൻ ഈ ക്യാമ്പിൽ കണ്ട, ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ട 2 ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം ഇതുപോലെയുള്ള ആയിരക്കണക്കിന് കഥകളാണ് ഈ ക്യാമ്പുകളിലുള്ള സഹോദരിമാർക്ക് എന്നോട് പറയുവാനുള്ളത്. Somebody's house has been burnt, somebody's brother has been killed, somebody's sister has been raped, somebody's parents have been murdered. ചിലരുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു, ചിലർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു, ചിലരുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ടു, ചിലരുടെ ബന്ധുക്കൾ കൊല ചെയ്യപ്പെട്ടു. ഇത്തരം നിരവധി കഥകൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. It is as if somebody threw kerosene all across Manipur and set it on fire. ഇതെല്ലാം ചെയ്തത് മണിപ്പൂരിലൂടെ കടന്നു വന്ന അക്രമികളാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തത്. അവർ നിരവധി പ്രദേശങ്ങൾക്ക് തീയിട്ടു. So I met the other lady I want to talk about. ഞാൻ മറ്റൊരു പ്രദേശത്തേക്ക് പോയി. ഈ ദൃശ്യങ്ങളും ഈ സംഭവങ്ങളും ഒരു പ്രദേശത്താണെങ്കിൽ ഞാൻ മറ്റൊരു പ്രദേശത്തേക്ക് പോയി. And I asked her, what happened to you? അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? And the moment I asked her what happened to her, she went silent. ഞാനൊരു വനിതയോട്, ഒരു സഹോദരിയോട് ചോദിച്ചപ്പോൾ അവർ ആദ്യം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. I could see that she was seeing the images of her experience. ആ നിശബ്ദതയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അവർ കടന്നുപോയ ദുരന്ത മുഹൂർത്തങ്ങളെ മുന്നിൽ കാണുകയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. And I was imagining how I would feel if this happened to my mother or to my sister. എന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, ഈ സഹോദരിമാർക്ക് സംഭവിച്ച സംഭവങ്ങൾ എന്റെ സഹോദരിക്കും എന്റെ അമ്മയ്ക്കുമാണ് എന്നുള്ള ചിന്ത എന്റെ മനസ്സിലൂടെ കടന്നുപോയി. And then suddenly she could not bear what she saw in her mind and she fell unconscious.
അവർ കടന്നുപോയ ദുരന്ത ചിത്രങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയപ്പോൾ അവർക്ക് താങ്ങാനായില്ല. എന്റെ മുന്നിൽ വെച്ച് അവർ മോഹാലസ്യപ്പെട്ട നിലത്തേക്ക് വീണു. Imagine if your sister or your mother cannot bear what she has experienced and falls unconscious because of that. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, നമ്മുടെ സഹോദരിക്കും നമ്മുടെ അമ്മയ്ക്കും ഇത്തരം ദുരന്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകപ്പെടുകയും അവർ നമ്മുടെ മുമ്പിൽ വെച്ച് മോഹാലസ്യപ്പെടുത്തു പോകുന്ന നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. This is what the women of Manipur have experienced. ഇതാണ് മണിപ്പൂരിലെ വനിതകൾ അനുഭവിച്ച ദുരന്തം. When we arrived in Manipur, we went to the Meitei area and we went to the Kuki area. ഞങ്ങൾ മണിപ്പൂരിൽ ചെന്നപ്പോൾ ഞങ്ങൾ മെയ്തേ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്തും കുക്കി വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്തും പോവുകയുണ്ടായി. When we arrived in the Meitei area, ഞങ്ങൾ മെയ്തേ വിഭാഗങ്ങൾ താമസിച്ച പ്രദേശത്തെത്തിയപ്പോൾ, just when we were going to go into the Meitei area, we were told that if any of your security people are from the Kuki community, we will kill them. ഞങ്ങൾ മെയ്തേ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും കുക്കി വിഭാഗത്തിലുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കൊല്ലും എന്ന് മെയ്തി വിഭാഗക്കാർ എന്നോട് പറഞ്ഞു. And when we went to the Kuki area, we were told that if any of your security people are from the Meitei area, we will shoot them. ഞാൻ കുക്കി പ്രദേശത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും മെയ്തേ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലും എന്ന് കുക്കി വിഭാഗക്കാർ എന്നോട് പറഞ്ഞു. Before entering the Meitei area, we removed all the cookies from our security. മെയ്തേ പ്രദേശത്ത് ചെന്നപ്പോൾ കുക്കി വിഭാഗത്തിൽപ്പെട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ സംഘത്തിൽ നിന്ന് ഒഴിവാക്കി. And when we went to the Kuki area, we removed all the Meiteis from our security. സമാനമായ തരത്തിൽ കുക്കി പ്രദേശത്തേക്ക് ചെന്നപ്പോൾ മെയ്തി വംശത്തിൽപ്പെട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ സംഘത്തിൽ നിന്നും ഒഴിവാക്കി. Imagine the situation. There is a complete divide between the state. ഒന്ന് ചിന്തിച്ചു നോക്കുക, ജനങ്ങൾക്കിടയിൽ മണിപ്പൂരിൽ സമ്പൂർണമായ വിഭജനമാണ് നടന്നിരിക്കുന്നത്. There is blood everywhere. അവിടെ ആകമാനം രക്തമാണ്, ചോരയാണ്. There is murder everywhere. എല്ലാ സ്ഥലത്തും നരഹത്യയാണ്. There is rape everywhere. എല്ലാ സ്ഥലത്തും ബലാത്സംഗമാണ്. That is the situation in Manipur. ഇതാണ് മണിപ്പൂരിന്റെ സാഹചര്യം. And yes, a few days ago, I sat in Parliament watching the Prime Minister speak. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പാർലമെന്റിൽ ഇരുന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശ്രവിച്ചു. He spoke for 2 hours, 13 minutes. അദ്ദേഹം 2 മണിക്കൂറും 30 മിനിറ്റും സംസാരിച്ചു. He laughed, he joked, he smiled. അദ്ദേഹം ചിരിച്ചു, അദ്ദേഹം പുഞ്ചിരിച്ചു, അദ്ദേഹം തമാശകൾ പറഞ്ഞു. His cabinet laughed, his cabinet joked, his cabinet smiled. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും ചിരിക്കുകയും പുഞ്ചിരിക്കുകയും തമാശകളിൽ ഉല്ലസിക്കുകയും ചെയ്തു. They had a lot of fun. അവർ വളരെയധികം സന്തോഷിക്കുകയായിരുന്നു. The Prime Minister spoke for 2 hours, 13 minutes about everything, about the Congress, about me, about the India alliance, but he spoke 2 minutes about Manipur. അദ്ദേഹം